ഇതാണ് നിനക്ക് പറ്റിയ കൈനീട്ടം. ഇനി ഈ വീട്ടിൽ നീ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് ജീവൻ ഒടുക്കുന്നതാ. അതിനാ ഈ കയറ്. ഈ കുടുക്ക് ഞങ്ങളുടെ വക ഫ്രീ. ഇനി നിനക്ക് സന്തോഷത്തോടെ മരിക്കാം. ഹാപ്പി വിഷു പ്രിയപ്പെട്ട അമ്മായിയമ്മേ. ദേ, ഈ വീട്ടിനകത്തൊന്നും കയറി തൂങ്ങിയേക്കരുത്. പുറത്ത് വല്ല മരക്കൊമ്പിലോ. അല്ലെങ്കിൽ വേണ്ട, ഇന്ന് വൈകിട്ട് നീ നിന്റെ വീട്ടിൽ പോയി തൂങ്ങിയാ മതി. അതാവുമ്പോ ഈ വീട്ടിൽ നിന്റെ പ്രേതബാധ ഉണ്ടാവില്ലല്ലോ. ഞങ്ങൾ നല്ല ഒന്നാന്തരം വിഷുസദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ദയവ് ചെയ്ത് ഊണ് കഴിക്കുന്ന സമയത്ത് ആ വഴിക്കെങ്ങും വന്നേക്കരുത്. ഈ വർഷത്തെ വിഷു ഞങ്ങള് സന്തോഷമായിട്ടൊന്ന് ആഘോഷിക്കട്ടെ. എന്താടി നോക്കുന്നത്? നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ. ദേ, പൂങ്കണ്ണീരും കൊണ്ട് ഈ മുറിയിലിരുന്നോണം. DK വിഷുസദ്യ കഴിക്കുന്ന സമയത്ത് അവിടെ എങ്ങും കണ്ടുപോരുത് നിന്നെ. ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞ് DKയുടെ പട്ടിയില്ലേ റോക്കി, അതിനും വിളമ്പി കൊടുത്തു കഴിഞ്ഞ് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ നീ വന്ന് കഴിച്ചാ മതി. അത്രക്കേ ഉള്ളൂ ഇപ്പൊ ഈ വീട്ടിൽ നിന്റെ സ്ഥാനം. സ്വന്തം സ്ഥാനം മറന്ന് നീ അഹങ്കരിച്ചതിന്റെ ശിക്ഷയായത്. സൂക്ഷിച്ചു വെച്ചോ. താങ്ക്സ്. എന്തായാലും എന്റെ മരുമക്കൾക്ക് എനിക്കൊരു വിഷു കൈനീട്ടം തരാൻ തോന്നിയല്ലോ. അതും ഇതുപോലെ ഈ ലോകത്ത് ആർക്കും കിട്ടാത്തൊരു സമ്മാനം. ഒരുപാട് നന്ദിയുണ്ട്. ഇതിന്റെ പേരിൽ എനിക്ക് നിങ്ങളോട് ഒരു വിരോധവുമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ വിഷുസദ്യ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് അങ്ങോട്ട് വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. പക്ഷെ ഞാനൊരു മനുഷ്യജീവിയല്ലേ. വിശപ്പും ദാഹമൊക്കെ എനിക്കുമില്ലേ. ഈ വീട്ടിലെ പട്ടിക്കും കൂടി വിളമ്പിയതിനു ശേഷം ബാക്കിയുള്ള ആഹാരം എനിക്ക് വെച്ചേക്കണേ മരുമക്കളെ. ഇന്നത്തെ ദിവസം അത് കഴിക്കുന്നതും എനിക്ക് സന്തോഷം തന്നെയാണ്. പൊയ്ക്കോ, നിങ്ങൾ പോയി കഴിക്കേ. എല്ലാവർക്കും ഹാപ്പി വിഷു. ചെല്ല്. ഓ, ആ പിന്നെ ഈ സമ്മാനം ഞാൻ ഉപയോഗിക്കാൻ തീരുമാനിച്ച അത് ഈ മുറി തന്നെ ആയിരിക്കും. പക്ഷെ അതിനു മുമ്പ് നല്ല വെടിപ്പുള്ള അക്ഷരത്തിൽ എന്റെ ആത്മഹത്യക്ക് ഉത്തരവാദികൾ നിങ്ങൾ 3 പേരുമാണെന്ന് ഞാൻ എഴുതി വെച്ചിട്ടേ മരിക്കൂ. ഇത്രയും നല്ല സമ്മാനം നിങ്ങൾ എനിക്ക് തന്ന സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്കും ഇത് നല്ല സമ്മാനം തിരിച്ചു തരണ്ടേ? ഈ ഫാനിൽ തൂങ്ങി നിൽക്കുന്ന എന്റെ ശരീരത്തിൽ എന്റെ മരണക്കുറിപ്പുണ്ടാകും. വേണമെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഞാനൊരു FB ലൈവ് പോയി കാര്യങ്ങൾ അധികാരികളോടും നാട്ടുകാരോടും ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യാം. പോയി സമാധാനമായിട്ട് വിഷുസദ്യ കഴിക്കും. മായച്ചി, ഇവളുടെ കൈ നാ കയറിങ്ങി തിരിച്ചു മേടിച്ചോ. ഇവള് നമ്മുടെ പേരെങ്ങാനും എഴുതി വെച്ച് ചത്താലേ നമ്മള് ജയിലിലാവും. അത് സാരമില്ല താരെ. ഇവളൊന്ന് ചത്ത് കിട്ടുമെങ്കിൽ ജയിലിൽ കിടക്കാനും ഞാൻ തയ്യാറാ. ഇവളുടെ മരണത്തിന് ഉത്തരവാദിത്വം ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്തോളാം. പോയി തൂങ്ങി ചാവടി. വാടി, നമുക്ക് ഇതിന്റെ സന്തോഷത്തിന് നല്ല ഒന്നാന്തരം സദ്യ തന്നെ ഉണ്ടാക്കാം. നടക്ക്.
ദേവകൃഷ്ണ എന്ന ഞാൻ ഇന്നു മുതൽ അടുത്ത ഉത്സവകാലം വരെ ക്ഷേത്രാചാരങ്ങളുടെ അധികാരിയായി ഇരുന്നു കൊള്ളാമെന്ന് ഇതിനാൽ സത്യം ചെയ്യുന്നു. അച്ഛൻ എന്റെ കല്യാണ കാര്യത്തിൽ ഇടപെടരുത്. ഇടപെട്ട ഞാൻ അവന്റെ കൂടെ ഇറങ്ങിപ്പോവും. എന്റെ മകൾ ഇത്രയും വളർന്നു ഞാൻ അറിഞ്ഞില്ലല്ലോ ഭഗവാനെ. എന്നോട് അവൾ പറഞ്ഞ വാക്കിൽ നീ അവൾക്ക് ദോഷമൊന്നും വരുത്തരുതേ. ആശാലതേ, എന്താ ആശാലതയ്ക്ക്? അല്ല, നീ അവളെ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. എന്ത് മനസ്സിലാക്കാനാ? അവള് പ്രായമായ പെണ്ണ. ആവശ്യമില്ലാത്ത കാര്യത്തില് ഇനി നിങ്ങൾ ചെന്ന് ഇടപെടാതിരുന്നാ മതി. അമ്മ എന്തിനാ നോക്കി നിൽക്കുന്നത്? വന്നിരുന്ന് കഴിക്കമ്മേ. വാ, അങ്ങോട്ടിരിക്കമ്മേ. കഴിക്കമ്മേ. മോളെ, നിന്നെ വിളിക്കണോ വേണ്ടെന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു. എന്റെ മരുമകനെ ജയിലിലാക്കിയ നിന്നോട് ക്ഷമിക്കാൻ എനിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. എന്നാലും ഉള്ളിലൊരു നീറ്റൽ. നിന്റെ കയ്യിൽ നിന്നൊരു വിഷു കൈനീട്ടം വാങ്ങിക്കാതെ ഒരു വിഷുവും കടന്നു പോയിട്ടില്ല. കൊല്ലം മുഴുവൻ അച്ഛൻ ഐശ്വര്യം ഉണ്ടാകാറുമുണ്ട്. ഇക്കൊല്ലത്തെ വിഷുവിന് നിനക്കൊരു കൈനീട്ടം തരാൻ പോലും അച്ഛന് പറ്റിയില്ല. നിനക്ക് പത്മാവതിയമ്മ കൈനീട്ടം തന്നോ മോളെ? കിട്ടിയച്ഛ, ഈ വിഷുവിനാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൈനീട്ടം എനിക്ക് കിട്ടിയത്. എന്റെ
മനസ്സ് നിറഞ്ഞു. അവിടെ വിഷുസദ്യ എന്തായി മോളെ? നീ കഴിച്ചോ? കഴിച്ചാ. കറികൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇവിടുത്തെ അമ്മ അടുത്ത് നിന്ന് വയറ് നിറയെ കഴിപ്പിച്ചു. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടേ? അമ്മ കഴിക്കണം. ശരി മോളെ. അമ്മ കഴിക്കമ്മേ. താരേച്ചി, അവളുടെ നിപ്പ് കണ്ടില്ലേ? അതിനവളെ ആരൂണ് കഴിക്കാൻ വിളിച്ചു? ക്ഷണിക്കാത്ത സദ്യ കഴിക്കാൻ അവളീ ടേബിളിൽ വന്നിരുന്ന ഡിക്ക് അപ്പ തന്നെ അവളെ എഴുന്നേപ്പിച്ചു വിടും. നല്ലൊരു വിഷുവായിട്ട് ധാരാളാവൂ. ഓ മൈ ഗോഡ്, ഇന്ന് വിഷു കലങ്ങിയ തന്നെ. പെങ്ങളെ, വിഷുക്കണിയും കൊണ്ട് ഞാനിങ്ങി എത്തി. വരൂ. ഡിക്കുന്ന കണി ഇങ്ങെടുക്ക്. കൊണ്ടുവാഴ ഇങ്ങോട്ടെ. അയ്യോ, ചേട്ടനൊന്നും വിളിച്ചു പോലും ഇല്ലല്ലോ. എന്തിനാ വിളിക്കുന്നേ? നിങ്ങൾ ആരും ഇവിടെ ഇല്ലെന്ന് പറയാനാന്നോ? അതറിയാവുന്ന ഞാൻ വിളിക്കാതിരുന്നത്. ഒന്ന് ചുമ്മാതിരിക്കും മനുഷ്യ. ഒന്നും വിചാരിക്കല്ലേ നാത്തൂനെ, ഒരാഴ്ചയായി അവിടെ കിടന്ന് തുള്ളല് തുടങ്ങിയിട്ട്. വിഷുവായിട്ട് ഇങ്ങോട്ട് ഒരുങ്ങി കെട്ടി എഴുന്നള്ളി വരണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. പറഞ്ഞ കേക്കണ്ടേ? കുഴപ്പം വിഷുവിന് ഞാന് വലത് കാല് വെച്ച് കേറിയാലേ ആ കൊല്ലം എന്റെ പെങ്ങക്ക് വെച്ചടി കയറ്റമായിരിക്കും. ഇതെങ്ങനെയുണ്ട്? ചക്കല്ലേ? അല്ല, തേങ്ങ. കണ്ടേ അറിഞ്ഞൂടെ? മുള്ളൊക്കെ ആയിട്ട് ഞാൻ ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാ. ഇതെന്റെ വിഷുക്കൈനീട്ടവാ. നമ്മുടെ പറമ്പിന്റെ തെക്കേ മൂലയിൽ നിൽക്കുന്ന വരിക്കപ്പിലാവിന്ന് ഞാൻ തന്നെ കേറി പറിച്ചിട്ടതാ. എന്തായാലും ചക്ക വിളഞ്ഞപ്പോ ചേട്ടൻ എന്നെ ഓർത്തല്ലോ. ഐ ആം വെരി ഹാപ്പി. വരിക്കച്ചക്ക എന്റെ വീക്ക്നെസ് ആണെന്ന് ചേട്ടൻ മറന്നില്ലല്ലോ. ഞാനങ്ങനാ. രക്തസ്നേഹം മൂത്ത പ്ലാവേലല്ല തെങ്ങേല് വരെ വലിച്ചു കയറും, അറിയാവോ? ചുമ്മാതാ നാത്തൂനെ. ഇങ്ങോട്ട് പോരുന്നെന്ന് പറഞ്ഞപ്പോ ഞാനാ ജോലിക്കാരനെ കൊണ്ട് ഇന്നലെ ചക്ക ഇടിച്ചത്. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് കേട്ടില്ലേ? കേറി പറിച്ചതാ പോലും. നാത്തൂരെ,
ചേട്ടനെ എനിക്കറിയത്തില്ലേ. എന്തായാലും ചേട്ടൻ എന്നെ വിഷുവായിട്ട് കാണാൻ തോന്നിയല്ലോ. ആ അതെങ്ങനെ തോന്നാതിരിക്കുവോ? എനിക്ക് വിഷുക്കൈനീട്ടം തരണമെന്ന് നിനക്കും തോന്നാതിരിക്കുവോ? അതുകൊണ്ടാ വന്നത്. അതിന് പറ്റിയില്ലെങ്കിൽ നിനക്ക് സങ്കടമാകുമല്ലോ എന്ന് വിചാരിച്ചപ്പോ എനിക്കവിടെ ഇരിപ്പ് ഉറച്ചില്ല പെങ്ങളെ. അമ്മായി അമ്മാവ സുഖമല്ലേ രണ്ടുപേർക്കും? സുഖമൊക്കെ പിന്നെ പറയാം. നീ ആദ്യം ആ ടാക്സിക്കാരന് കൂലി കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്ക. ചെല്ലടാ. എവിടെ നാത്തൂനെ ജ്യോതിയും കൊച്ചുമരുമക്കളും ഒക്കെ? എല്ലാരും അകത്തുണ്ട്. വിഷുരുക്കത്തിന്റെ തിരക്കില്ല. ആഹാ, ഇവിടെ ഇത്രയും ഒരുക്കങ്ങളുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ ഇങ്ങ് പോരത്തില്ലായിരുന്നോ? കാറുകാരന് കാശ് കൊടുത്തായിരുന്നോ? ആ കൊടുത്തു. എന്നാ പിന്നെ കൈനീട്ടം ഇങ്ങെടുക്ക. നിന്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിച്ചാല് ആ കൊല്ലം കാശിന് ബുദ്ധിമുട്ടേ വരത്തില്ല. അതെങ്ങനെയാ മുട്ട് വരുന്നത്? എല്ലാ മാസവും ഇവൻ തന്നെ ചെലവിനുള്ള കാശ് അക്കൗണ്ടിൽ ഇടുന്നില്ലേ? മോനെ, ഇതൊക്കെ നിന്നെ സുഖിപ്പിക്കാൻ പറയുന്നതാ. അത് സാരമില്ല അമ്മായി. സത്യത്തിൽ അമ്മാവന് കൈനീട്ടം കൊടുക്കാൻ ഞാൻ അങ്ങോട്ടല്ലേ വരേണ്ടത്. എന്നിട്ടും എന്നെ ബുദ്ധിമുട്ടിക്കാതെ ടാക്സി വിളിച്ച അമ്മാവൻ ഇങ്ങോട്ട് വന്നില്ലേ? ഇതാ കൈനീട്ടം. മതി 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 മതി. 2000 രൂപ ഇത് തരാനാണോ അവൻ എന്നെ ഇത്രയും കളത്തിയത്? കിട്ടിയതിരിക്കട്ടെ. അത്രയത് വെള്ള കയ്യിൽ നിന്ന് ഇതടിച്ച് മാറ്റണം. ചേട്ടാ അതോട്ട് വാ. അപ്പൊ പെങ്ങളുടെ കൈ നീട്ട് എന്ത് ചെയ്യ? അതൊക്കെ ഉണ്ട്. ചേട്ടാ അതോട്ട് വാ. വാ നാത്തൂനെ, വാ വാ ചേട്ടാ. ഇവിടെ നോക്കെ, ഇതും കൂടെ അങ്ങ് എടുത്തോണേ. എന്തുവാ ചക്ക എന്ന് കേട്ടിട്ടില്ലയോ? ഇതാണ് ചക്ക. എടുത്തോണ്ടോ. നീ എന്തിനാ പൂജാമുറിയിലോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? കളി കാണിക്കാൻ. കണിയൊക്കെ ഞാൻ രാവിലെ കണ്ടതാ. എന്റെ വയറ്റിൽ കാറ്റ് കയറുക. കഴിക്കാനുണ്ടെങ്കിൽ ഇതാ. ചേട്ടന്റെ കൈ നീട്ടം വേണ്ടേ? അവന് കൊള്ളാം. അതിലാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. എടുക്ക. ഇതാ ചേട്ടാ കൈ നീട്ടം. അതാത്തൂരെ ഈ നോട്ടേ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. എന്തായിരിക്കും മനുഷ്യൻ? ഇനി എന്തെങ്കിലും കഴിച്ചിട്ടാവാം. നോക്കും. വാ ഏട്ടാ, വാ നാത്തൂനെ, വാ. നടന്നു നടന്നു. ഭഗവാനെ, വേറൊന്നും വിചാരിക്കരുത്. ദാരിദ്ര്യവാ ഭഗവാനെ. അമ്മാവന്റെ ഒരു ചക്കക്കണി. ാണെന്ന് ഏതോ ഒരു ജോത്സ്യൻ TV പറയുന്നത് കണ്ടായിരുന്നു. അല്ല, ഇതാരാ കൊണ്ടുവന്നത്? അമ്മാവൻ. അമ്മാവൻ വന്നോ? എങ്കിലേ ചക്ക കാണിയല്ല കേണിയടിക്ക്. മായ ഒന്ന് പിടിച്ച ഇനി കൊണ്ടുപോയി അടുക്കള വെക്ക്. ഈ ചക്കയിരിശ്ശേരി കൂട്ടുന്നത് നല്ലതാ. വേഗം ഊണ് റെഡിയാക്കാൻ പറയും.
കേക്ക് എന്ത് പറ്റി? ഊണ് കഴിഞ്ഞ കാര്യം മറന്നോ? ചക്കയുമായി വന്ന DK നമ്മളെ കണ്ടപ്പോ ആകെ ചമ്മിപ്പോയി. അതാ പാവം ഊണ് കഴിഞ്ഞ കാര്യം ബോധം മറന്നുപോയത്. അതെ, അമ്മാവൻ ഇവിടുത്തെ സംഭവങ്ങൾ ഏതാണ്ട് അറിഞ്ഞിട്ടുള്ള വരവാ. ഒന്നും വിട്ട് പറഞ്ഞേക്കരുത്. വാ.